2000 കൊല്ലം മുന്നത്തെ എക്സാമ്പിളും 100 കൊല്ലം മുന്നത്തെ നിയമവും വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ടാക്സ് കൂട്ടിയെന്നും സർക്കാരിന്റെ മേളിൽ കയറുന്നവർ ഒന്ന് ആലോചിക്കണം. മദ്യത്തിന് ടാക്സ് കൂട്ടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് നമ്മൾ കരുതുന്ന സിഗരറ്റ്, മദ്യം തുടങ്ങിയ സാധനങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോത്സാഹനം കുറയ്ക്കുന്നതിനുമാണ്. മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ കേരള സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അതിൽ നിന്ന് കിട്ടുന്ന അമിത ലാഭമാണ്. അമിത ലാഭം എന്ന് പറഞ്ഞാൽ 100 രൂപ ചെലവാക്കുന്ന ഒരുത്തന് 500 രൂപ മറുപടി കിട്ടും. ഇത് 1 ലക്ഷം ആയാൽ അവന് 5 ലക്ഷം കിട്ടും. അങ്ങനെയുള്ളവനെ സംബന്ധിച്ച് അവന് നാട്ടുകാരുടെ മക്കളോ ഒരു സിമ്പതിയും അവനില്ല. ആരുടെ മക്കളെ എങ്ങനെയായി പോയാലും എന്ത് കൊലപാതകമാണ് പ്രശ്നമല്ല, അവൻ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ എളുപ്പം ജനങ്ങൾക്കാണ്. ആ ജനങ്ങൾ അവരെ മാത്രമല്ല ഈ MDMA പോലുള്ള സാധനം കഴിക്കുന്നവനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ്റെ പല്ലൊക്കെ ദ്രവിച്ച് നാശകൊടാലിയായി. അവൻ 7 കൊല്ലം മുതൽ 12 കൊല്ലം വരെ ഡോക്ടർ ആയുസ് പറയുന്നുള്ളൂ. അത്രയൊന്നും ഇല്ല സാറേ. അതിപ്പം സാറിനെ 5 കൊല്ലത്തിനപ്പുറം പോകില്ല സാറേ. നമുക്ക് നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. കാര്യം ഇത് ഗവൺമെന്റ് വരുമാനമാണ്, സംഭവമൊക്കെ ശരിയാ. പക്ഷേ ഇങ്ങനെ ആൾക്കാർ മയക്കുമരുന്ന് ഉപയോഗിച്ച് മദ്യവും കഴിച്ച് കുടിച്ച് കൂത്താടി എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു, ഡിവോഴ്സുകൾ പെരുകുന്നു. കുടിച്ചു കഴിഞ്ഞാൽ പെണ്ണുപിള്ളയായിരിക്കും ആദ്യം അനുഭവിക്കുന്നത്. സാർ ഇതിനകത്ത് ചെയ്യാവുന്ന കാര്യം, അതായത് കതിരിൽ വെള്ളം വെച്ചിട്ട് കാര്യമില്ല. സത്യത്തിൽ നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ ഈ പ്രായമായിട്ടുള്ള ആളുകളോട് പറഞ്ഞാൽ അവർ തർക്കിക്കുക എന്നല്ലാണ്ട് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ എക്സൈസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നമ്മുടെ തന്നെ സംഗതിയാണ്. അതിന്റെ എഫിഷ്യൻസി കൂടുതൽ സ്കൂളിലേക്ക് ഇപ്പൊ നമ്മുടെ പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാവരും നമ്മൾ താല്പര്യമുണ്ട് നമ്മൾ സ്കൂളിൽ പോയി സംസാരിക്കാനും. കാര്യം ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇതിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബുദ്ധി വളർച്ച, നിങ്ങളുടെ ശാരീരിക വളർച്ച ഇതിനെല്ലാത്തിനും ബാധിക്കും. അപ്പൊ ആ കുഞ്ഞു മനസ്സിന് നമുക്ക് ആ ഒരു ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറെ രക്ഷപ്പെടുത്താം. ചേട്ടാ ഹൈസ്കൂൾ അല്ല, അതിലും ചെറിയ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നു 2ാം ക്ലാസ്സുകാർ വരെ ഉണ്ടെന്ന് പറയുന്നു. ഈ ഹൈസ്കൂളിൽ കൊണ്ടുപോയി പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അതിരായി. അതായത് നമ്മൾക്കറിയാം, അതായത് സമൂഹത്തിലുള്ളവർക്കാണ് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒറ്റ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ പോകണം എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും സ്വപ്നമാണ്. ആ രക്ഷിതാവ് വേണം തൻ്റെ മകനും മകളും അവൻ 5 വയസ്സ് മുതൽ വളർന്നു വരുന്ന ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂറും സ്വന്തം മക്കളെ നിരീക്ഷിക്കുകയും അവനിതിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ധാരണ, കേപ്പബിലിറ്റി നമ്മുടെ രക്ഷിതാക്കൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.